രാഹുൽ മാങ്കൂട്ടം വിഷയമാണല്ലോ LDF വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. അതൊന്നും ആരും മൈൻഡ് ചെയ്തില്ല എന്നും. അപ്പോൾ UDF ഉയർത്തിയത് ഈ സ്വർണ്ണക്കൊള്ളയും PM ശ്രീ പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞത് ജനങ്ങൾ വിശ്വസിക്കുകയും മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ചയാവാതെ വരികയും ചെയ്തു എന്നല്ലേ ഈ ഫലം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, ബലാത്സംഗ വീരൻ്റെ വിഷയം കേരളീയ സമൂഹം പ്രതിഷേധം ഉയർത്തുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുക? രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയാണെങ്കിൽ, അതാണ് ശരിയെന്ന് UDF കരുതുന്നുണ്ടെങ്കിൽ, അടൂർ പ്രകാശിൻ്റെയും സണ്ണി ജോസഫിൻ്റെയും ന്യായവാദങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ബലാത്സംഗം ചെയ്ത് ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ ജയിക്കണ്ടേ? നയന സാഹിനിയെ ബലാത്സംഗം ചെയ്ത് തണ്ടൂരി അടുപ്പിൽ ജീവിതം അവസാനിപ്പിച്ച സുശീൽ കുമാറും മലപ്പുറം നിലമ്പൂരിലെ പാർട്ടി ഓഫീസിൽ തൂപ്പുവേല ചെയ്തുകൊണ്ടിരിക്കുന്ന നളിനിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഒരു കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടതും ഒരു ജയിക്കാൻ പറ്റുന്ന മഹത്വമാണെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? ഇതാണ് അവർ വ്യക്തമാക്കേണ്ടത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ബലാത്സംഗ വീരനാണ് എന്ന കാര്യം കേരളീയ സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പറയുന്നതാണ്. എന്നാൽ സണ്ണി ജോസഫും അടൂർ പ്രകാശും അദ്ദേഹത്തിന് കവചമൊരുക്കി പൂച്ചെണ്ട് നൽകി കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ വരവേൽക്കുന്നു. അത് തെരഞ്ഞെടുപ്പിലാകെ പ്രതിഫലിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ശബരിമല വിഷയത്തിൽ തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അതിന് കോടിക്കണക്കിന് രൂപയുടെ വികസനം അവിടെ നടപ്പാക്കി. ഇത്തവണ ഓരോ ദിവസവും 1 ലക്ഷത്തിനടുത്ത് ആളുകൾ അയ്യപ്പന്മാരായി അവിടെ ദർശനം നടത്താൻ വരുമ്പോൾ ഒരാൾക്കും പ്രയാസം ഉണ്ടാകാത്ത വിധം ആ തീർത്ഥാടന കേന്ദ്രത്തിൽ കാര്യങ്ങൾ ചെയ്തു. ഉത്തരേന്ത്യയിൽ കുംഭമേളകൾ നടക്കുമ്പോൾ നൂറുകണക്കിന് ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെടുമ്പോൾ അത്തരം ദുരന്തങ്ങൾ ശബരിമലയിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഈ സ്വർണ്ണപ്പാളി വിഷയം, അത് സംബന്ധിച്ച് കോടതിയും സർക്കാരും ഒരേ നിലപാടാണ് സ്വീകരിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതിയുടെ കൂടി നിർദ്ദേശത്തെ തുടർന്ന് നിയോഗിച്ചു. CBI അന്വേഷണം വേണമെന്നാണ് UDFിൻ്റെ നിലപാട്. എന്നാൽ കോടതി പറഞ്ഞു CBI വേണ്ട. അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം അതിൽ കുറ്റക്കാരായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്ന ഒരാളെയും ഗവൺമെൻറ് സംരക്ഷിക്കാൻ നിന്നിട്ടില്ല. മാത്രമല്ല പാർട്ടിയും ആ നിലപാടിൻ്റെ കൂടിയാണ്. അതൊക്കെ സംഘടനാപരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ ആ വിഷയത്തിൽ ഇല്ല, അതിലൊന്നും സംരക്ഷണം കൊടുത്തില്ല എന്നതുകൊണ്ടാണല്ലോ ജയിലിൽ കിടക്കുന്നത്. സംരക്ഷണം രാഹുലിന് സംരക്ഷണം കൊടുത്തപ്പോൾ പൂച്ചെണ്ട് കൊടുത്തിട്ടല്ലേ സ്വീകരിച്ചത്? അതുപോലെയൊന്നും പൂച്ചെണ്ട് കൊടുത്തില്ലല്ലോ. വേണ്ടെന്നാ പൂച്ചെണ്ട് കൊടുക്കുന്ന ഒഴിവായി കൂടെ. അതേന്ന് പൂച്ചെണ്ട് കൊടുത്ത കോൺഗ്രസും ഇത് പറ പൂച്ചെണ്ട് കൊടുത്തത് ന്യായീകരിക്കുന്ന. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അടൂർ പ്രകാശ് പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന് AI വഴി ഇങ്ങനെ കള്ളത്തെളിവുണ്ടാക്കിയതാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് എന്താ കള്ളങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് കേസെടുക്കുകയാണ് എന്നാണ്. അങ്ങനെ ന്യായീകരിക്കുന്ന കോൺഗ്രസ്സുകാരെ പോലെ ന്യായീകരിക്കാൻ പറ്റുമോ? അപ്പോൾ അതിൽ അശേഷ സംശയം ഞങ്ങൾക്കില്ല. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെ. അത് നിയമപരമായ നടപടികൾ സ്വീകരിക്കും. അതൊന്നും ഈ മുഖ്യ രാഷ്ട്രീയ പ്രശ്നമായിട്ട് അത് വന്നിട്ടില്ല. രാഷ്ട്രീയ പ്രശ്നമാക്കാൻ അവർ നോക്കിയിരുന്നു, അല്ലാതെ അതൊന്നും ഒരു മുഖ്യ പ്രശ്നമായിട്ട് ഉയർന്നു വന്നിട്ടില്ല. എങ്ങനെയാ കാസർഗോഡ് എങ്ങനെയാ നേട്ടം ഉണ്ടായത്? കാസർഗോഡ് ഏറ്റവും ശക്തമായ വിധത്തിൽ ഇത് പ്രതിഫലിക്കേണ്ട ഒരു സ്ഥലമല്ലേ? കാസർഗോഡിൻ്റെ പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുത്തുമ്പോൾ എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് നിലനിർത്തിയത്?
എങ്ങനെയാണ് 6 ബ്ലോക്ക് പഞ്ചായത്തിൽ 4 നിലനിർത്തിയത്, എങ്ങനെയാണ് 3 മുനിസിപ്പാലിറ്റിയിൽ 2 നിലനിർത്തിയത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയമാണ് ഇതിൽ ഉണ്ടായത് എന്ന് വിലയിരുത്തി പോയാൽ ശരിയാവില്ല. വിശദമായ ഒരു പഠനവും പരിശോധനയും വേണം.